പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചാവക്കാട് ചികിത്സ ലഭിക്കാതെ പ്രസവത്തിന് പിന്നാലെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം പ്രസവശേഷം പരിചരണമില്ലായ്മ. മുഹസിനിയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പ്രസവശേഷം പരിചരണമില്ലായ്മ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്? അരുണിമ, ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു മൂസിനയുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മരണകാരണമായി കണ്ടെത്തിയിരിക്കുന്നത് പ്രസവശേഷം വേണ്ടത്ര പരിചരണം ലഭിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടാവാനും ശരീരമാസകലം പഴുപ്പ് ബാധിക്കാനുമുള്ള കാരണം. മൂസിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധ ഉണ്ടായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മാത്രമല്ല, മൂസിനയുടെ മുതുകില് വ്രണം പുഴുവരിച്ച നിലയിലാണ് എന്നുള്ള കാര്യം നമ്മൾ രാവിലെ തന്നെ ഈ വാർത്ത നൽകിയപ്പോൾ കൊടുത്തിരുന്നു. അത്രയും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് മൂസിനെ കഴിഞ്ഞ 18-ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മുഹ്സിന മരണത്തിന് കീഴടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നായിരുന്നു പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജനുവരിയിലായിരുന്നു മൂസിനയുടെ 7ാമത്തെ പ്രസവം നടന്നത്. ഈ പ്രസവമാണ് വീട്ടിൽ വെച്ച് അക്യൂപഞ്ചർ ചികിത്സാ രീതി അവലംബിച്ച് മൂസിനയുടെ ഭർത്താവും മറ്റൊരു അക്യൂപഞ്ചർ ചികിത്സകയുമായ മറ്റൊരു യുവതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരുടെ നേതൃത്വത്തിൽ പ്രസവം വീട്ടിൽ വെച്ച് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രസവത്തിന് ശേഷം 6 ദിവസത്തിനുള്ളിൽ തന്നെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ ഉൾപ്പെടെയുള്ളവർ മറ്റൊരു നിർദ്ദേശം കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. അതായത് അന്ന് മരണപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ്. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. അന്ന് ആ കുട്ടി മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്താതെയാണ് സംസ്കാരം ഒക്കെ നടത്തിയതെന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ മരണകാരണം എന്തെന്നുള്ള കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ചാവക്കാട് പോലീസിന് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ പ്രസവത്തിന് ശേഷം മൂസിനെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് മറ്റ് ചികിത്സയ്ക്ക് ഒന്നും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെയായിരുന്നു മൂസിനയെ ഭർത്താവ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ വീട്ടിൽ തന്നെയാണ് പരിചരിച്ചു പോന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൂസിനയുടെ വീട്ടുകാരെ കാണാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ആശുപത്രിയിലേക്ക് 18-ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് വരെ ഈ മൂസിനയുടെ വീട്ടുകാരെ ഭർത്താവിന്റെ വീട്ടുകാർ ഭർത്താവ് അടുപ്പിക്കാൻ, അതായത് കാണാൻ പോലും സമ്മതിക്കാത്തൊരു സാഹചര്യമായിരുന്നു എന്നായിരുന്നു രാവിലെ മൂസീനയുടെ സഹോദരൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് പിന്നീട് ബലമായി മൂസീനയുടെ സഹോദരി ഉൾപ്പെടെ ഇബ്രാഹിമിന്റെ വീട്ടിലെത്തി ബലമായി ആണ് അവിടെ നിന്നും മൂസീനെ കഴിഞ്ഞ 18-ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും മുതുകിൽ വലിയ വ്രണമായിരുന്നു. വ്രണത്തിൽ നിന്ന് പുഴുവരിക്കുന്ന നിലയിലായിരുന്നു. അത്രയും പരിതാപകരമായ ദയനീയമായ അവസ്ഥയിലായിരുന്നു മൂസീന എന്നാണ് പറയുന്നത്. പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും കഴിഞ്ഞ ദിവസം മൂസിന മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നത്. കറുത്തു. ശരി, വ്യക്തമാണ്. തൃശൂർ ചാവക്കാട് ചികിത്സ ലഭിക്കാതെ പ്രസവത്തിന് പിന്നാലെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മരണകാരണം പ്രസവശേഷമുള്ള പരിചരണമില്ലായ്മ തന്നെയാണെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു യുവതിയുടെ 7ാമത്തെ പ്രസവത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മൂസിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു നടപടിയിലേക്ക് പോവുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ മരണകാരണം പ്രസവശേഷമുള്ള പരിചരണമില്ലായ്മ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ മുഹസിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധ എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.